TP ശ്രീനിവാസൻ ടെലിഫോണിലുണ്ട്. സർ, വളരെ നിർണായകമായൊരു ഘട്ടമാണ്. മുംബൈ ഭീകരാക്രമണം വർഷങ്ങൾ പിന്നിട്ടപ്പോഴും ഇപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വേദനയായി നിൽക്കുന്നതാണ്. അത്രേ രാജ്യം നടുങ്ങിപ്പോയ സംഭവമാണ്. അതിൽ പ്രധാനിയെ തൂക്കിലേറ്റുകയൊക്കെ ചെയ്തെങ്കിലും ഇനിയും നേരത്തെ ബസന്തൊക്കെ സൂചിപ്പിച്ച പോലെ പലതും പൂരിപ്പിക്കാനുണ്ട്. എന്തൊക്കെയാണ്, ആരൊക്കെ കൃത്യമായ സഹായങ്ങൾ നൽകി, കേരളത്തിൽ പോലും വന്നുപോയി എന്നറിയുമ്പോൾ കേരളത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് നടത്താനാണ് വന്നതെന്നാണ് ബെഹ്റ സൂചിപ്പിച്ചപ്പോൾ ഇന്ത്യയുടെ നയതന്ത്ര തലത്തിലെ വിജയവും ഇയാളെ തിരിച്ചെത്തിക്കുന്നതിലൂടെ ഈ കേസിൽ വെളിപ്പെടാൻ പോകുന്ന കുറേയേറെ സത്യങ്ങൾ ഉണ്ടാകും അല്ലേ? അതൊക്കെ ശരിയാണ്. പക്ഷെ അതിലും കൂടുതൽ നമുക്ക് ആന്റി ടെററിസം കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ഇന്ത്യക്ക്. അതിലും വളരെ പ്രധാനമാണ്. ഇപ്പൊ നമ്മുടെ കാര്യം മാത്രമല്ലല്ലോ, ഗ്ലോബൽ ടെററിസം ആദ്യമായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയിൽ കൊണ്ടുവന്നത് നമ്മളാണ്. കോംപ്രിഹെൻസീവ് ടെററിസത്തിന് വേണ്ടി ഒരു കൺവെൻഷൻ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സെക്യൂരിറ്റി കൗൺസിലായിരുന്നപ്പം നമ്മൾ ഇന്ത്യയാണ് ആന്റി ടെററിസം കമ്മിറ്റി സെക്യൂരിറ്റി കൗൺസിലിന്റെ ചെയർപേഴ്സൺ ആയിരുന്നത്. അങ്ങനെ നമ്മൾ വളരെ ഇൻവോൾവ് ആണ് ഇന്റർനാഷണൽ ടെററിസം. അത് നമ്മുടെ പ്രോബ്ലം ആണെങ്കിലും അതിനൊക്കെ ബ്രോഡർ ആറ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിന് ഉത്തരവാദിത്വം നമുക്കുള്ളത് മാത്രമല്ല, ഈ ഗ്ലോബൽ ടെററിസം തന്നെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും വളരെയധികം ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ചെയ്യുമെന്നുള്ളതും തീർച്ചയാണ്. പക്ഷെ ലീഗൽ ഡിസ്പ്യൂട്ട്സിലൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഏത് തരത്തിലായാലും ഇപ്പൊ ഇന്റർനാഷണൽ ലീഗൽ ഡിസ്പ്യൂട്ട് ആകുമ്പോൾ ഒറിജിൻ എവിടെയാണ്, പാകിസ്ഥാനിന്റെ ഉത്തരവാദിത്വം എന്താണ്, കാനഡയുടെ എന്താണ്, അമേരിക്കയുടെ എന്താണെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അവസാനം അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടും എന്നുള്ള സംശയമൊന്നുമില്ല. പക്ഷെ അതേസമയം ഇതൊരു വലിയ ഒരു ലോങ് ലീഗൽ ബാറ്റിലാണ് അവസാനിക്കാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ പാകിസ്ഥാന്റെ എയർ സ്പേസ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് റാണ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. പാകിസ്ഥാന്റെ പ്രതികരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ റാണയുടെ ചോദ്യം ചെയ്യലിൽ കൂടുതൽ പാകിസ്ഥാൻ ലിങ്കുകളൊക്കെ വെളിപ്പെട്ടാൽ അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കാൻ സാധ്യത വരും നാളുകളിൽ? അത് ടെററിസത്തിന്റെ കേസുകളിലൊക്കെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്കുണ്ട്, അതുപോലെ ഇന്റർപോളിനുണ്ട്. ഇതൊക്കെ ഒരുപാട് എസ്റ്റാബ്ലിഷ് സിസ്റ്റംസ് ഉള്ളതാണ്. അതുകൊണ്ട് ഇതിൽ രക്ഷപ്പെടുന്ന സാധ്യതയൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം വിവരങ്ങളും നമുക്ക് വിവരിക്കും. പാകിസ്ഥാൻ പറഞ്ഞു എന്ന് കേട്ടു, കനേഡിയൻ സിറ്റിസൺ ആണെന്ന് മാത്രം ഒരു കമന്റ് പാകിസ്ഥാനിൽ നിന്നും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതൊരു ലോങ് ബാറ്റിലായിരിക്കും. പക്ഷെ നമുക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ കേസ് മാത്രമല്ല, ഇന്റർനാഷണൽ ടെററിസമായിട്ടുള്ള ഇന്ത്യയുടെ ഫൈറ്റിങ്ങിന്റെ ഭാഗം കൂടിയായിട്ടായിരിക്കും ഇത് തുടരുക. ശരി, വളരെ നന്ദി സാർ പ്രതികരണം അറിയിച്ചതിന്. അദ്ദേഹം സൂചിപ്പിച്ച പോലെ നമ്മുടെ രാജ്യത്തുണ്ടായ ഒരു പ്രശ്നം എന്നതിലുപരി ലോകത്ത് തന്നെ ഈ ഭീകരവാദം എത്രത്തോളം ആളുകളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു, എത്ര രാജ്യങ്ങൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ഭീകരവാദം എവിടെയാണ് തുടങ്ങുന്നതെന്നൊക്കെ നമ്മുടെ വിദേശകാര്യമന്ത്രിക്ക് പലപ്പോഴും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ വളരെ ശക്തമായ നിലപാടുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിനെതിരെ ഏതൊരു നീക്കവും അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ വേരുകൾ പലപ്പോഴും പാകിസ്ഥാനിലാണ്. ഈ സംഭവങ്ങളുടെയും ഒക്കെ തുടക്കം പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ്. എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ ലോകവ്യാപകമായി ഭീകരവാദത്തിനെതിരായ ഇന്ത്യ കൂടി മുന്നിട്ട് നിൽക്കുന്ന ആ പോരാട്ടത്തിൽ ഒരു നിർണായക ഘട്ടമാണ് ഇറാനെ എത്തിച്ചത്. അതിന് വലിയ നിയമ പോരാട്ടങ്ങൾ തന്നെയാകും. പക്ഷേ എത്രയും വേഗം ആ നീതി നടപ്പാക്കുക എന്നതാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ബി ബാലഗോപാലും പി ബസന്തും ഡൽഹിയിൽ നിന്ന് തുടരുകയും ചെയ്യുന്നുണ്ട്. ബാലു, ഇപ്പോഴും സ്ഥിരീകരണങ്ങൾ വരാൻ സമയമെടുക്കും, സ്വാഭാവികമാണ്. ഇത്രയും വലിയൊരു കേസാണ്, ഇത്രയും പ്രധാനപ്പെട്ട ഒരാളെ കൊണ്ടുവരുന്നതാണ്. ഒരു പിഴവുകൾ പോലും സംഭവിക്കാൻ പാടില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപക്ഷെ ഇതിന് ഏതെങ്കിലും രീതിയിൽ സഹായം കൊടുക്കാനൊക്കെ ആളുകൾ നിരവധി ഉള്ളതായി കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് സർക്കാർ ഇത്ര സെക്യൂരിറ്റിയോടുകൂടി ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു ബ്രീഫിംഗ് ഒക്കെ ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ? ഔദ്യോഗികമായ ഒരു ബ്രീഫിംഗ് ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ തഹാവൂർ റാണ ഇന്ത്യയിൽ എത്തിയാൽ ഉടൻ തന്നെ സർക്കാർ വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുമെന്നാണ് രാവിലെ മുതൽ പറഞ്ഞു കേൾക്കുന്നത്. അതിനപ്പുറത്തേക്ക് അന്വേഷണ ഏജൻസികളോ NIAയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു ഔദ്യോഗിക കൺഫർമേഷനും ഉണ്ടാകാൻ വേണ്ടി സാധ്യതയില്ല. പക്ഷേ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, അതായത് അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിനെ കോടതിയിൽ ഹാജരാക്കണം എന്നുള്ള ഒരു നിയമം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എത്തിയാൽ ഉടൻ തന്നെ തഹാവൂർ റാണയുടെ അറസ്റ്റ് NIA രേഖപ്പെടുത്തും. തുടർന്ന് 24 മണിക്കൂർ എന്ന സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാക്കേണ്ടതായുണ്ട്. അതൊരു ഔദ്യോഗിക പ്രക്രിയയാണ്. അത് സ്വാഭാവികമായും അതായിരിക്കും നമ്മളെ സംബന്ധിച്ച് ലഭിക്കുന്ന ആദ്യത്തെ കൺഫർമേഷൻ. അതായത് അറസ്റ്റ് സംബന്ധിച്ചുള്ള വിവരവും കോടതിയിൽ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലുമാണ് നമുക്കൊരു വ്യക്തത ലഭിക്കുക. ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ദിവിഷ് പറഞ്ഞിരുന്നു, മറ്റേ പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള പാകിസ്ഥാൻ്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇന്നുണ്ടായിരുന്നു.
ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് ഇന്ന് ഇസ്ലാമാബാദിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് തഹാവൂർ റാണയ്ക്ക് പാകിസ്ഥാനുമായി യാതൊരു ബന്ധവും കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇല്ല എന്നതാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അദ്ദേഹം പാകിസ്ഥാൻ പൗരത്വം പുതുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് തഹാവൂർ റാണയെ ചോദ്യം ചെയ്യാൻ ലഭിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പാണ് പാക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഇത്തരമൊരു പ്രസ്താവന ഉണ്ടായതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഇന്ത്യൻ അന്വേഷണ സംഘം, അതായത് NIAയുടെ DG സദാനന്ദ് ദത്തയുടെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘം ചോദ്യം ചെയ്യാൻ ആരംഭിക്കുമ്പോൾ